കളിക്കാൻ നോക്കടേ. എന്തായാലും നീ തന്നെയല്ലേ തോൽക്കാൻ പോകുന്നത്. ജോലി സമയത്താണ് താൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചെസ് കളിക്കുന്നത്. കുള്ളനാണെങ്കിലും ആ വലുപ്പത്തിന്റെ അനുസരിച്ചാ താൻ ഇവിടെ ചെയ്യുന്നത്. എത്ര പറഞ്ഞാലും നേരെ ചുവ പണിയെടുക്കാൻ തനിക്കറിയില്ല. മറ്റുള്ളവരെയും കൂടി താൻ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. എപ്പോ നോക്കിയാലും ചായ വേണം, വെള്ളം വേണം, തിന്നാൻ വേണം. ഇങ്ങനെയൊക്കെയാൽ എങ്ങനെയാ? തനിക്ക് പണിയെടുക്കാൻ കഴിയില്ലെങ്കിൽ മര്യാദ ഇവിടെ ഇറങ്ങിപ്പോ. പോയേക്കാം. വെറുതെ ഇവിടുന്ന് ഒച്ച വെക്കണ്ട. നാണം കടത്തിയതൊക്കെ മതി. ഒരു ദിവസം നിങ്ങൾ എല്ലാവരും എന്നെ കുറിച്ച് മനസ്സിലാക്കും. ഞാൻ ആള് കുള്ളനാണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ വലുതാണെന്ന്. നിങ്ങൾ എല്ലാരും ഞാൻ ഒരു പാഠം പഠിപ്പിക്കും. അന്നേരം നിങ്ങൾ എല്ലാരും നെറ്റോട്ടം ഓടും. പിന്നീടോ എഞ്ചിനീയർ സാറേ, തന്നോട് പ്രത്യേകമായിട്ട് പറയാ, ഓർത്ത് വെച്ചോ. തന്നെ പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുള്ളതാ. മിണ്ടാതെ പോയിക്കോ. ഇന്ന് അണ്ടർ വാട്ടർ ടണലിന്റെ ഇനാഗ്രേഷൻ ആണ്. മന്ത്രിയാണ് വന്ന് ഇനാഗ്രേഷൻ ചെയ്യുന്നത്. ഈ ടണൽ കാരണം വീനസ് സിറ്റിയിലേക്ക് പോകാനുള്ള വഴി എളുപ്പമാകും. വേഗത്തിൽ അവിടെ എത്താം. മുത്തശ്ശനും മുത്തശ്ശിയും ഇന്ന് അവരെ പുറകെ പോകും, അറിയോ? വരൂ, നമുക്ക് എല്ലാവർക്കും അവിടേക്ക് പോവാം. മതി, തോക്കൊക്കെ മാറ്റി വെച്ച് മര്യാദയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാൻ നോക്ക്. വേഗം. എങ്ങനെയുണ്ട് എഞ്ചിനീയർ? ഞാൻ കാണാൻ കുള്ളനാണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ വലുതല്ലേ. എന്താ ഞെട്ടിപ്പോയല്ലേ? നീ എന്നെ ഒരുപാട് നാണം കെടുത്തിയതല്ലേടോ. ഇനി നോക്കിക്കോടോ, തന്റെ പദ്ധതി മുഴുവനും ഞാൻ പൊളിച്ച് പാളീസാക്കും. തന്റെ സ്വപ്നമായ അണ്ടർ വാട്ടർ ടണൽ പ്രോജക്റ്റ് വെറും സ്വപ്നം തന്നെ ആയിരിക്കും. വർഷങ്ങളോളം നീ അതിനുവേണ്ടി അധ്വാനിച്ചതൊക്കെ ഈ ടൈഗർ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കും. ടൈഗർ, താൻ എന്താ ചെയ്യാൻ പോകുന്നത്? അത് നീ കണ്ടു തന്നെ മനസ്സിലാക്കിക്കോ. ഹലോ എവരിബഡി, ഞാനാണ് നിങ്ങളുടെ ടൈഗർ. കാണാൻ കുള്ളനാണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ വലുതാണ്. മന്ത്രി സാറേ, ടണല് കാണാൻ ഇറങ്ങി പുറപ്പെട്ടതാണല്ലേ. പക്ഷെ എന്ത് ചെയ്യാനാ, നിങ്ങളുടെ യാത്ര അശുഭകരമായി തീരട്ടെ. എന്തായാലും ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ ഞെട്ടിയേ പറ്റോ. കാരണം ഇന്നും കുറച്ചു നേരത്തിൽ നിങ്ങൾ എല്ലാരും ഈ ടണലിൽ തന്നെ ഞാൻ കുഴിച്ചു മൂടാൻ പോവാണ്. എന്റെ പരിപാടികൾ തുടങ്ങാനായി. എന്താ ഇവൻ എന്തായി പറയുന്നു? ഇതാണ് എന്റെ ആദ്യത്തെ ചുവട്. പിന്നെ രണ്ടാമത്തതും. ഓടിക്കോ, എല്ലാവരും ഓടിക്കോ. മന്ത്രി സാറേ, കളി ചെക്ക്മേറ്റിൽ നിന്നു. ഇനി ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ നേരം പോകാൻ വേണ്ടിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു സിനിമ ഇട്ടു തരാം. അത് കണ്ടിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം പറഞ്ഞാ മതി. സിനിമ എങ്ങനെ ഉണ്ട്? ഞാൻ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെ ആയിരിക്കും. മനസ്സിലായോ? നിനക്ക് എന്താ വേണ്ടതെന്ന് പറ. മന്ത്രി സാറേ, എനിക്കൊരു 50 കോടി രൂപയും പിന്നെ ഒരു ഹെലികോപ്റ്ററിന് വേണ്ടി ഏർപ്പാടും ചെയ്തു തരണം. കാരണം ഞാൻ ആ പൈസ വാങ്ങിച്ചിട്ട് ഈ സ്ഥലത്തുനിന്ന് എത്രയും പെട്ടെന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറണം. അവിടെ ആരും എന്നെ കുള്ളാന്ന് വിളിച്ച് കളിയാക്കരുത്, അല്ലെങ്കിൽ
അയ്യയ്യയ്യയ്യേ, നിക്ക്, നിക്ക്, നിക്കാൻ. ലഡു സിംഗ് സാറേ എന്താ സംഭവിച്ചത്? ബ്ലാസ്റ്റ്! ലഡ്ഡു സിംഗിന്റെ പരിധിയിൽ ഒരു പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുന്നു. ബ്ലാസ്റ്റ്! ഇതെന്തിനു സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു ഒന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുന്നു. ശിവ, ടണലിനകത്ത് ബ്ലാസ്റ്റ് ഉണ്ടായി. എല്ലാവരും കുടുങ്ങിപ്പോയി. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കൂ. മുത്തശ്ശ ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഞാൻ ഉടനെ എന്തെങ്കിലും ലഡ്ഡു സിംഗ് സാറേ, ചെയ്യാം. ടൈഗർ കൺട്രോൾ റൂം കൈയടക്കി വെച്ചിരിക്കുക. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം, അല്ലെങ്കിൽ ടണലിൽ കുടുങ്ങിയിരിക്കുന്ന ആളുകളെല്ലാം ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടും. സാർ അകത്തേക്ക് പോകാനുള്ള വഴി എന്തെങ്കിലും ഉണ്ടോ? ഇത് ടണലാണ്. ഇതിന് മുകളിൽ കാണുന്ന സ്ഥലം ഒഴിഞ്ഞതാണ്. ഇതിലൂടെ കടന്നാണ് ടണലിലുള്ള എക്സോസ്റ്റ് ഫാനും മറ്റും ഞങ്ങൾ റിപ്പയർ ചെയ്യുന്നത്. ഈ ഭാഗം സൈഡ് സർവീസ് ടണലാണ്. ഗുണ്ടകള് ലേസർ ഗണ്ണുമായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. ഇത് ടണലിലേക്കുള്ള വേറൊരു വഴിയാ. ദാ ഇവിടെ, അതാ നോക്ക്. ഈ എക്സോസ്റ്റ് ഫാൻ മുഖേന ഉള്ളിലുള്ള കാറ്റ് മുഴുവനും പുറത്തേക്ക് വലിക്കാൻ ഈ കാണുന്ന വഴി വേറൊരു എക്സോസ്റ്റ് ഫാനിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അകത്ത് കടക്കാൻ ഈ കാണുന്ന ഒരൊറ്റ വഴിയേ ഉള്ളൂ. ലഡു സിംഗ് സാറേ, എക്സോസ്റ്റ് ഫാൻ മുഖേന മാത്രമേ നമുക്ക് അവിടേക്ക് പോകാൻ പറ്റുള്ളൂ. വേഗം വരൂ. ഏ കുട്ടി, എന്താ നീ ചെയ്യുന്നേ? കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് ഇവന്റെ പേര്. ഞാനാണെങ്കിൽ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ്. യു ആർ അണ്ടർ അറസ്റ്റ്. എന്തിനാ വെറുതെ ഞങ്ങളെ തല്ലുന്നെ? വേണ്ട, തല്ലല്ലേ. ലഡു സിംഗ് സാറേ, വേഗം വരാൻ നോക്കൂ. നീ പേടിക്കരുത് ശിവ, ഞാൻ നിന്റെ പുറകെ തന്നെ വന്നോണ്ടിരിക്കണ്ടേ. ശിവ, രാവിലെ തന്നെ വന്നിരിക്കുന്ന കാശ് ചോദിക്കാൻ. ഇവിടെ അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. കാശൊന്നും തരാൻ പറ്റില്ല. മര്യാദക്ക് പോകുന്നുണ്ടോ? ഞാൻ പണം ചോദിക്കാൻ വന്നതല്ല. ഞാൻ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് ആണ്. ലഡ്ഡു സിംഗ്. സാറേ, സാറിന് എന്തായി പറ്റിയത്? അകത്തേക്ക് പോകണമെങ്കിൽ ഈ ഫാനിന്റെ ഇടയിൽ കൂടി വേണം അകത്തേക്ക് പോവാൻ, അല്ലെങ്കിൽ വേറെ വഴിയൊന്നുമില്ല. ശിവ, ശിവ, നീ എന്തിനാ മോനെ ഇങ്ങനെ അപകടം പിടിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? മേലാൽ ഇങ്ങനെ ചെയ്യരുത്, കേട്ടല്ലോ. സോറി മുത്തശ്ശി, അകത്തേക്ക് വരാൻ വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു. താൻ അകത്തേക്ക് വന്നു, പക്ഷെ പുറത്തേക്ക് പോകാൻ യാതൊരു വഴിയില്ലല്ലോ. സർ, തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല. ഏയ്, നീ ആരാണ് കുട്ടി? കുട്ടിയൊന്ന് വിളിക്കരുത് അങ്കിൾ. നേരിട്ട് കാണുമ്പോ എന്റെ പേര് പറയൂ. ഇപ്പൊ ഞാൻ ഇവരൊക്കെ രക്ഷിക്കട്ടെ. ഇവരെ നീ രക്ഷിക്കാനോ? എങ്ങനെ? ഈ ചതുരംഗ കളിയുടെ പിടിവെള്ളി മുഴുവനും എന്റെ കയ്യിലാണ്. ശരി, നീ എന്താ ചെയ്യാൻ പോകുന്ന ഞാനൊന്ന് കാണട്ടെ. പറ്റുമെങ്കിൽ നീ ഒന്ന് രക്ഷിച്ചു നോക്ക്. ഹാ,
മുത്തശ്ശനും മുത്തശ്ശിയും ഇതിൽ കൂടി കയറി വേണം പുറത്തേക്ക് പോവാൻ. വേറെ ഒരു മാർഗവും ഇല്ല. എല്ലാരും വരൂ. നിന്നെ അത്രയും പെട്ടെന്ന് എല്ലാരും രക്ഷിക്കാൻ ഞാൻ സമ്മതിക്കില്ലടാ. ഇതാ എന്റെ അടുത്ത നീക്കം. സർവീസ് ടണലിൽ ജോലി ചെയ്യുന്ന എല്ലാരും ചെന്നിട്ട് ആ പൊടി പയ്യനെ പിടിക്കേ. അവനെ രക്ഷപ്പെടാൻ സമ്മതിക്കരുത്. മുത്തശ്ശി വേഗം പോകാൻ നോക്കൂ. പിടിക്കോനെ. ഇനി എനിക്ക് ഫൈറ്റ് ചെയ്യാനായിട്ട് ഉത്സാഹമായിരിക്കും. എല്ലാരും രക്ഷപ്പെട്ടിരിക്കുന്നു. ഹലോ അങ്കിൾ, നിങ്ങളുടെ പ്ലാൻ പൊട്ടിപ്പോയി. ആ ചെറിയ കുട്ടി നമ്മള് വിചാരിച്ച പോലെ അല്ല. അവനെ പിടിച്ചു വെക്കേ, ഞാൻ ഉടനെ തന്നെ വരാം. എക്സോസ്റ്റ് ഫാൻ ഓഫ് ചെയ്യ്. എന്റെ സൈക്കിളെ പോലും നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എങ്ങനെ എന്നെ പിടിക്കാം? എന്റെ അമ്മോ, എന്നെ രക്ഷിക്കോ, രക്ഷിക്കോ. മന്ത്രി സാറേ, നിങ്ങൾ ഇനി വിഷമിക്കേണ്ട കാര്യമില്ല. ഞാനിത് എത്തിക്കഴിഞ്ഞു. ലഡ്ഡു സിംഗ് ഇസ് ബാക്ക്. ആർക്കെങ്കിലും ഫൈറ്റ് ചെയ്യണോ? അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പൊക്കോട്ടെ.
കാണാൻ ഞാൻ കുള്ളനാണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ വലുതാണ്. ഇതാണ് എന്റെ കളിയിലെ ചെക്ക്മേറ്റ്, കണ്ടല്ലോ. നീ ഇനി എന്ത് ചെയ്യും കുട്ടി, പറ. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. അങ്ങനെ എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിൽ നീ രക്ഷപ്പെടുന്നു വിചാരിക്കണ്ട. ബോംബിന് ഒറ്റ മിനിറ്റിൽ പൊട്ടിത്തെറിക്കാം. പിന്നെ ഈ ഡാമിലുള്ള എല്ലാ വെള്ളവും ഈ ടനലിലേക്ക് ഒഴുകി വരും, നോക്കിക്കോ. ചെന്ന് നിന്റെ ജീവൻ രക്ഷിക്കാൻ നോക്ക്. ഞാനും അങ്ങനെ രക്ഷപ്പെടട്ടെ, അല്ലെങ്കിൽ നമ്മളുടെ രണ്ടുപേരുടെയും കഥ ഇവിടെയും കൊണ്ട് അവസാനിക്കും. ഞാൻ ഈ പുകില് കൊണ്ടൊന്നും പേടിക്കുന്നവനല്ല അങ്കിൾ. ഇല്ല, ഒരു ചെറിയ കുട്ടി എന്റെ പദ്ധതികൾ മൊത്തം പൊളിക്കാൻ സമ്മതിക്കില്ല. ടൈഗർ അങ്കിൾ, ഇതിനെയാണ് പറയുന്നത് ചെക്ക് ആൻഡ് മെയ്ഡ് എന്ന്. ഇനി ആർക്കെങ്കിലും എന്നോട് വഴക്കിടണമെന്നുണ്ടോ? ഞങ്ങള് കുട്ടികളായിട്ട് തല്ലുപിടിക്കില്ല. ആൾക്കാർ കണ്ട എന്താ പറയാ, ഞങ്ങൾക്കത് വലിയ നാണക്കേടാണ്. പോയി പണി നോക്ക്. മന്ത്രി സാറേ, ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? ഞാൻ പറഞ്ഞു തരാന്നേ. നമ്മുടെ മന്ത്രി സാറിന്റെ ജീവൻ അപകടത്തിലാണെന്ന് ഞാൻ അറിഞ്ഞപ്പോ എന്റെ ജീവൻ ഞാൻ സ്വയം പണയപ്പെടുത്തി മന്ത്രി സാറിനെ രക്ഷിച്ചു. ജോക്കിംഗ് ജോക്കിംഗ്. ഞാൻ എന്റെ ജീവൻ ശരിക്കും പണയപ്പെടുത്തിയതാണ്. പക്ഷെ ഞാൻ കുടുങ്ങിപ്പോയിട്ടോ. നമ്മുടെ ശിവയാണ് ഇങ്ങോട്ട് വന്ന് ഞങ്ങളെല്ലാരും രക്ഷിച്ചത്. 3 cheers for Shiva. ഹുരേ, ഹിപ് ഹിപ് ഹുരേ, ഹിപ് ഹിപ് ഹുരേ.